ഈ മണ്ണിടിച്ചിലുണ്ടായിട്ട് 122 മണിക്കൂർ പിന്നിടുന്നു. 123 മണിക്കൂറിലേക്ക് എത്തുമ്പോൾ അർജുന്റെ ജീവൻ രക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ തേടി സുപ്രീം കോടതിയിൽ ഒരു PIL വന്നിരിക്കുകയാണ്. പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചത് സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ KR സുഭാഷ് ചന്ദ്രനാണ്. നമ്മുടെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് നമുക്കൊപ്പമുണ്ട്. ശ്യാം ദേവരാജ്, പൊതുതാൽപര്യ ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഉള്ളടക്കം? അരമണിക്കൂർ മുമ്പാണ് ഈ പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതിയിൽ നൽകിയത്. സുപ്രീം കോടതി രജിസ്ട്രിക്ക് മുമ്പാകെ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡായ അഡ്വക്കേറ്റ് KR സുഭാഷ് ചന്ദ്രനാണ് ഈ ഹർജി നൽകിയത്. മലയാളിയായ അഭിഭാഷകനാണ്, നേരത്തെ ലോകകേരള സഭാംഗം കൂടിയായിരുന്നു. ഈ വിഷയത്തിൽ സുപ്രീം കോടതി അടിയന്തരമായി ഇടപെടണമെന്നതാണ് ഈ ഹർജിയിലെ ആവശ്യം. ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അർജുനെ രക്ഷിക്കാൻ, മണ്ണിനടിയിൽ കുടുങ്ങിയ അർജുനെ രക്ഷിക്കാൻ അടിയന്തരമായി നിർദ്ദേശം നൽകണം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സൈന്യത്തെ നിയോഗിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകണം എന്ന കാര്യമാണ് സുപ്രീം കോടതി മുമ്പാകെ ഉന്നയിക്കുന്നത്. സുപ്രീം കോടതി രജിസ്ട്രിയോട് ഈ വിഷയം ഇന്ന് തന്നെ അടിയന്തരമായി പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുള്ള കത്ത് നൽകിയിരുന്നു. അടിയന്തര പ്രാധാന്യം ഉന്നയിച്ചുള്ള കത്ത് നൽകിയിരുന്നു. തുടർന്നാണ് മുതിർന്ന ജഡ്ജിയായ സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജിയായ സഞ്ജീവ് ഖന്നയുടെ മുന്നിൽ ഈ വിഷയം ഉന്നയിക്കാൻ അനുമതി നൽകിയത്. അല്പസമയത്തിനുള്ളിൽ തന്നെ സഞ്ജീവ് ഖന്നയുടെ ഔദ്യോഗിക വസതിയിലെത്തിയ അഭിഭാഷകർ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്യും. മലയാളിയായ മുതിർന്ന അഭിഭാഷകൻ B ചിദംബരേഷാണ് സുഭാഷ് ചന്ദ്രന് വേണ്ടി ഹാജരാകുന്നത്. ഈ 6 ദിവസമായി, കഴിഞ്ഞ 16-നാണ് ഈ അപകടം നടന്നത്. 16-ന് അപകടം നടന്ന് ഇത്രയും ദിവസമായിട്ടും 6 ദിവസമായിട്ടും അർജുനെ രക്ഷിക്കാനായിട്ടില്ല. മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന അർജുനെ പുറത്തേക്ക് എത്തിക്കാനായിട്ടില്ല. ഇത് അവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ അലംഭാവമാണ്, കർണാടക സംസ്ഥാന സർക്കാരിന്റെ അലംഭാവമാണ്. കാരണം ഇത് മറ്റൊരു സ്റ്റേറ്റിൽ നിന്നുള്ള ആളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതൊരു ലോറി ഡ്രൈവർ ആയതുകൊണ്ടാണ് ആ സംസ്ഥാന സർക്കാർ, കർണാടക സർക്കാർ ഇതിൽ ഇടപെടാത്തത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ഒപ്പം കേരള സർക്കാരിനും കർണാടക സർക്കാരിനും അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെട്ട് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനും ഈ അർജുനെ രക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും ഉടൻ പൂർത്തിയാക്കണം, അല്ലെങ്കിൽ അതിനുള്ള നിർദ്ദേശം നൽകണമെന്നതാണ് സുപ്രീം കോടതി മുൻപാകെ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ഈ വിഷയം പരിഗണിക്കുകയും ചെയ്യും. ആ PIL പരിഗണിക്കുന്ന വേളയിൽ നമുക്ക് എത്താം. ശ്യാം ദേവരാജിലേക്ക്. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് അടിയന്തര ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്.